ഹായ് എവരിവൺ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഗോതമ്പടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഉപയോഗിക്കാം. ഞാനിപ്പം ഇത് ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഈവനിങ് സ്നാക്സ് ആയിട്ട് അമ്മ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു സ്നാക്സാണ്. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമൊന്നുമുള്ള കാര്യമല്ല, എങ്കിലും ഞാൻ ഈവനിങ് ടൈമിലൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഗോതമ്പട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മൈ നെയിം ഈസ് പീന തോമസ്. വെൽക്കം ടു മൈ വീഡിയോ. സോ ഗോതമ്പട ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. ഞാനിതിനകത്ത് ഒരു അരമുറി തേങ്ങ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ഉപയോഗിച്ച് കൊടുക്കുക. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് അരമുറി തേങ്ങ ആ നിലയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലതായിട്ട് കുഴച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഷുഗർ 1 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ കറി കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ അധികം ഷുഗറിൻ്റെ ആവശ്യമില്ല. കറി കൂട്ടിയല്ല കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 സ്പൂൺ വരെ ഷുഗർ ഇടാവുന്നതാണ്. അപ്പം നമുക്ക് അട ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ഈ എടുത്തിരിക്കുന്ന 3 അടയ്ക്ക് ഉള്ള മാവുണ്ട്. കയ്യിൽ നമുക്ക് ശകലം വെള്ളം തൊട്ടിട്ട് അട ഉണ്ടാക്കി തുടങ്ങാം. കനം കുറച്ച് പരത്തി കൊടുക്കാം. നമുക്കൊരു സ്വല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മറിച്ചിട്ടതാണ്. ഇതിൻ്റെ പുറത്ത് ഒരു ശകലം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അങ്ങനെ നമുക്ക് നമ്മുടെ 3 അടയും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതിൻ്റെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസിൽ വിവരങ്ങളൊക്കെ അറിയിക്കണം. എല്ലാവരുടെ നിർദ്ദേശങ്ങളും കമൻസുകളും ഒക്കെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.